കൺഗ്രാറ്റുലേഷൻസ് മാത്യു. സിയ പ്രഗ്നന്റ് ആണ്. ഏയ് ടെൻഷനൊന്നും വേണ്ട, സിയ ഓക്കെയാണ്. ഞാൻ കുറച്ച് വൈറ്റമിൻസ് എഴുതി തരാം. ഒരാഴ്ച കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ ചെക്കപ്പ് ചെയ്യാം. എന്താ സിയ, ഹാപ്പി അല്ലേ? ടെൻഷനൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഫുഡിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണേ. ഓക്കെ. നമ്മളിനി എന്താ ചെയ്യാ? വിസ റെഡിയായി, അടുത്ത മാസം പോകാനുള്ളതല്ലേ. അല്ലിച്ചായ, എന്റെ ജോലിയുടെ കാര്യല്ലേ, ഇനി ഒരു ചാൻസ് കിട്ടും തോന്നുന്നുണ്ടോ? പിന്നെ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? ആഹാ, മോളെ എത്തിയോ? ഇങ്ങോട്ട് വന്നേ. ദേ, ഇന്ന് അമ്മാമ്മയുടെ കയ്യില് മോൾക്ക് തരാൻ ഒരു സർപ്രൈസ് ഉണ്ടല്ലോ. ആഹാ, കയ്യിലൊന്നും അല്ല, ഒരു വലിയ സർപ്രൈസ് ഉണ്ടല്ലോ. അതെന്താന്ന് പറയട്ടെ. ശരിക്കും അങ്ങനെ കൈപിടിക്കാറൊന്നും ആയിട്ടില്ല. ഒരു കുഞ്ഞു വാവയല്ലേ വരുന്നേ. ആ, എടുക്കാൻ പറ്റത്തില്ല, ചെറിയ വാവയല്ലേ, കേട്ടോ. അപ്പൊ നിനക്ക് അമ്മാമ്മേനെ വേണ്ടേ? അവര് വന്നല്ലോ. ആ, ഓള് വന്നോ? എന്തടാ? ആലീസ് വിളിച്ചെല്ലാം പറഞ്ഞു. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നോ? അമ്മേ, അമ്മാമ്മ എന്റെ അടുത്തൊരു സർപ്രൈസ് പറഞ്ഞു. എന്റെ കർത്താവേ. ആകെ കുഴപ്പായി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതിങ്ങനെയൊക്കെ വരൂന്ന്. സിയ ഒന്ന് സമാധാനപ്പെട്. നിങ്ങക്ക് അങ്ങനെയൊക്കെ പറയാം, നഷ്ടങ്ങൾ വരാൻ പോണത് എനിക്കാ. എന്റെ സിയ, എന്താ ഇത്? മതി. അനങ്ങാതെ നിക്കുമോളെ, നിനക്ക് സ്കൂളിൽ പോണ്ടേ? സമയായിക്കൊണ്ടിരിക്കണേ. ഞാൻ പതുക്കെയല്ലേ കിട്ടുന്നേ. കഴിഞ്ഞല്ലോ. ആ, തീർന്നു കേട്ടോ. ഹായ്, എന്റെ കൊച്ചു സുന്ദരിയായല്ലോ. ദേ നോക്കി, സുന്ദരിയായോ? നിന്റെ ഒരു കാര്യം, വേഗം വന്നേ, ബസ് പോരും. ആ, നിന്റെ കൂടെ കളിച്ചോണ്ടിരുന്നിട്ടേ സമയം പോയത് അറിഞ്ഞില്ല. സ്കൂൾ ബസ് വന്നല്ലോ. വേഗം ചെല്ലാൻ നോക്കാം. നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ. ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. അല്ല മാത്യൂസേ, എന്തായി സിയുടെ കാനഡയിൽ പോണ കാര്യം? പേപ്പറൊക്കെ ശരിയായോ? പേപ്പറൊക്കെ ശരിയായി, പക്ഷേ അതിനിടയില് എന്തുപറ്റി? ഒന്നും പറയണ്ടോ, സിയ ഇപ്പൊ പ്രഗ്നന്റാ. ആഹാ, കൺഗ്രാറ്റ്സ്. സന്തോഷമുള്ള കാര്യമൊക്കെ തന്നെയാണ്, പക്ഷേ സിയ ഒന്ന് പോയി ഞങ്ങളൊന്ന് സെറ്റ് ആവുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അതിന് അവള് പോണ്ട ആവശ്യം എന്താ? ഇവിടെ വീടൊക്കെ വെച്ച് സെറ്റിൽ ആയതല്ലേ. ആ, പുറത്തുനിന്ന് നോക്കുന്ന നിന്നെപ്പോലുള്ളവർക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷെ അകത്തുള്ള എന്റെ പ്രശ്നങ്ങളെ എനിക്കേ അറിയൂ. കാണുന്നവർക്ക് എന്തും പറയാലോ. പിന്നെ നിനക്കറിയാലോ, ഈ കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബിസിനസ് ഒക്കെ ഭയങ്കര ഡള്ളാ. മാത്രമല്ല ഈ യാത്രയുടെ നല്ല ത്രില്ലിലായിരുന്നു അവള്. എല്ലാം ശരിയാവും. എടാ മനോലെ, മോള് വരേണ്ട സമയമായി. നമുക്ക് നാളെ കണ്ടാലോ? ശരിടാ. ശരിടാ, ഞാൻ വൈകിട്ട് വിളിച്ചാൽ മതിടാ. ശരി. അതാ മോള് വിളിക്കുന്നുണ്ട്. ആ, എന്താ മോളെ? അപ്പയ്ക്ക് ഇതിലേതാ ഏറ്റവും
ഇഷ്ടം. മോളൊരെണ്ണം എടുത്തില്ലേ, പിന്നെന്തിനാ ഇത്? അപ്പ ഇത് എനിക്കല്ല, കുഞ്ഞാവയ്ക്കാ. എന്നാ മോൾ എടുത്തോട്ടാ. വാ. ഈ കാര്യത്തിൽ എനിക്ക് അത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതെന്താ? എല്ലാ കാര്യങ്ങളും പോലെയല്ല ഇത്. പിന്നെ നീ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലേലും നിങ്ങൾ പണ്ട് എങ്ങനെയാ? എന്റെ ഒരു കാര്യം വരുമ്പോ നിങ്ങക്ക് മൊത്തം കൺഫ്യൂഷനാ. നീ എന്നെ പ്രാന്ത് പിടിപ്പിക്കല്ലേട്ടാ. സിയ മോളെ, എനിക്കൊന്നേ പറയാനുള്ളൂ. ജീവിതം നിങ്ങളുടേതാ. അത് നല്ലോണം ഒന്ന് ആലോചിച്ചിട്ട് എന്ത് തീരുമാനം എടുക്കാവൂ. അല്ല മാം, ഞങ്ങള് നിന്റെ അനിയത്തിക്ക് സുഖാണോ? നിനക്കൊരു കാര്യം അറിയോ? എന്റെ വീട്ടിലൊരു കുഞ്ഞാവ വരാൻ പോകുക. ഞാനും വരാം നിന്റെ കുഞ്ഞാവനെ കാണാൻ. അമ്മാമ്മ പറയുന്നത് കുഞ്ഞാവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കണമെന്നാ. അപ്പൊ നീ ഇനി ഫുൾ ബിസി ആയിരിക്കും അല്ലേ? ആ, സിയ മാത്യു, എന്താ പെട്ടെന്ന് രണ്ടുപേരും കൂടെ? അല്ല ഡോക്ടർ, ഞങ്ങൾക്കിത് വേണ്ടെന്നൊരു. എന്തു പറ്റി ഇങ്ങനൊരു തീരുമാനം? ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഇല്ല ഡോക്ടർ, ഞങ്ങൾക്കിത് വേണ്ട. മാത്യുവിനും ഇത് തന്നെയാണോ അഭിപ്രായം? ഈ സമയത്ത് ഞാൻ സിയയുടെ കൂടെ നിൽക്കാന്നല്ലാതെ ഡോക്ടർ വേറെന്താണ്? അത് മാത്രല്ല ഡോക്ടറെ, ഇത്രയും നാള് വല്ലാത്തൊരവസ്ഥയിലാ. ഉള്ളതെല്ലാം പണയപ്പെടുത്തിയ കാനഡയിൽ പോകാനുള്ള വിസ റെഡിയാക്കിയത്. ഈ ഒരു അവസ്ഥയില് ഇല്ല ഡോക്ടറെ, ഞങ്ങൾക്കിത് എന്തായാലും വേണ്ട. എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ശരിക്കും ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാ. അവരത് കളഞ്ഞു. ആ, അടുത്ത മാസം കാനഡയ്ക്ക് പോവുക. ഞാനെന്ത് ചെയ്യാനാ മോളെ? എല്ലാം അവരുടെ ഇഷ്ടമല്ലേ. പറഞ്ഞാലൊന്നും ഇപ്പം ആരും കേൾക്കൂലല്ലോ. ആ മോളെ, ഞാൻ വയ്ക്കട്ടെ, വിളിക്കാട്ടോ. ആഹാ, എൻ്റെ മോൾ ഇവിടെ വന്ന് നിൽക്കുകയാണോ? അമ്മാമ്മേ, അമ്മ കാനഡ പോവാണോ? അപ്പൊ എന്റെ കുഞ്ഞാവയോ? ആ കുഞ്ഞാവനെ നമുക്കിനി വേണ്ട മോളെ. അതെന്താ? അതെ, ആ കുഞ്ഞാവ ഇനി ഇങ്ങോട്ട് വരില്ല കേട്ടോ. അമ്മാമ്മ ഒന്നും പറയണ്ട, എനിക്ക് അമ്മേനെ ഇഷ്ടമല്ല. അമ്മാമ്മയുടെ മോളെന്തിനാ വിഷമിക്കുന്നേ? അമ്മാമ്മേ, മോൾക്കൊരു കഥ പറഞ്ഞുതരാം. കായേന്റെയും ആബേലിന്റെയും കഥ. ചേട്ടനായ കായേലിന് ഹാബേലിനോട് ഭയങ്കര അസൂയായിരുന്നു. എന്നാ ഹാബേലാവട്ടെ മറ്റുള്ളവരെയെല്ലാം അസൂയപ്പെടുത്തുന്ന രീതിയിൽ നന്നായി ജീവിച്ചോണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം കായേനും ഹാബേലും കൂടി ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ പോയി. ദൈവം ആരുടെ പ്രാർത്ഥനയായിരിക്കും കേട്ടിരിക്കുക? ഹാബേലിന്റെ. ആ, ഇത് കണ്ട അസൂയ തോന്നിയിട്ട് നമ്മുടെ കായേൻ എന്ത് ചെയ്തു എന്നറിയോ? എന്താ ചെയ്തത്? ഹാബേലിനെ ആരും അറിയാതെ കൊന്നുകളഞ്ഞു. ഇതറിഞ്ഞപ്പോ ദൈവത്തിനുണ്ടല്ലോ കായേനോട് കോപം വന്നു. ദൈവം കായേനെ ശിക്ഷിച്ചു. കണ്ടോ? ഇതുകൊണ്ടാ പറയുന്നേ, നമ്മൾ ആരോടും വഴക്കിടാനോ ദേഷ്യപ്പെടാനോ ഉപദ്രവിക്കാനോ ഒന്നും പോകരുത്. മനസ്സിലായോ? എല്ലാവരെയും സ്നേഹിക്കണം. അതാ ദൈവത്തിനിഷ്ടം. മനസ്സിലായോ മോക്ക്? എന്തു പറ്റി മോളെ? മോള് സ്വപ്നം വല്ലതും കണ്ടോ? പേടിച്ചോ? പേടിക്കണ്ട കേട്ടോ, അപ്പ ഇല്ലേ കൂടെ? എനിക്ക് അമ്മേനെ ഇഷ്ടമല്ല. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? മോളെ മോളെ എഴുന്നേൽക്ക്. വാവേ, അപ്പ പൊക്കോ. ദാ, എണീക്ക്. വാ, എനിക്ക് അമ്മേനെ കാണണ്ട.
മോളെ ഇതാ പാല് കുടിച്ചേ. എനിക്ക് വേണ്ട. നല്ല കുട്ടിയല്ലേ, പാല് കുടിച്ചിട്ടല്ലേ ഹോംവർക്ക് ചെയ്യാ. അമ്മയുടെ മുത്തല്ലേ, അമ്മയുടെ ഇഷ്ടമുണ്ടെങ്കിൽ പാല് കുടിക്കും. ഓക്കെ, അമ്മ ഇതിവിടെ വെക്കണേ. അല്ലേലും മോക്ക് ഇപ്പൊ ഇത്തിരി ദേഷ്യം കൂടുന്നുണ്ട്. അമ്മ അപ്പോട് പറഞ്ഞു കൊടുക്കുവേ. ഡി, എന്താ നീ കാണിച്ചേ? കുടിക്കാൻ തന്ന പാലാണ് നീ ഇങ്ങനെ ചെയ്തത്. അടിച്ചിട്ടുണ്ടല്ലോ നിന്നെ ഞാൻ. എനിക്ക് അമ്മേനെ ഇഷ്ടമല്ല. തരം കൂടുന്നുണ്ട്. അപ്പയോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിന്നെ ഞാനൊന്ന് കാണിച്ചു തരാം. മോൾക്കെങ്ങനെ ഓക്കെ ആയോ? ഞങ്ങക്ക് ഡോക്ടറോടൊന്ന് സംസാരിക്കാനുണ്ട്. മാത്യു, എനിക്ക് നിങ്ങളുടെ പ്രോബ്ലംസ് മനസ്സിലാകും. ബട്ട് ഐ തിങ്ക് ഇനി നിങ്ങൾക്കൊരു കുഞ്ഞു വന്നെങ്കിലേ ഹെലോവയുടെ പ്രശ്നങ്ങൾ തീരൂ. അതുകൊണ്ട് ഇനി നിങ്ങൾ രണ്ടുപേരും നല്ലപോലെ ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. ഇല്ല ഡോക്ടർ, ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ വയ്യ. ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം ടെൻഷൻ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കൂ. എന്നാ ഞങ്ങള് മോളുടെ കാര്യത്തിൽ എന്താ നമ്മുടെ തീരുമാനം? ഡോക്ടർ പറഞ്ഞ നീ കേട്ടില്ലേ? എന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വീണ്ടും നിന്റെ ഭാഗം അല്ലേ? അതല്ല, എനിക്കിപ്പോ ഒരു മെന്റൽ സപ്പോർട്ടാണ് ആവശ്യം. ഇച്ചായനും കൂടി എന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്താ എന്റെ അവസ്ഥ എന്താവും? ഞാനിത് എനിക്ക് വേണ്ടി മാത്രം ചെയ്തതാണോ? സിയ, നീ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മുടെ മോളുടെ അവസ്ഥ എന്താവും? അവളെ നമുക്ക് നഷ്ടപ്പെടില്ലേ? എനിക്കത് അതെ മാം. അതെ, ഞാൻ 2 ദിവസമായിട്ട് വിളിക്കണം എന്ന് വിചാരിക്കായിരുന്നേ. മോക്കൊരു സന്തോഷമൊന്നുമില്ലല്ലോ, എപ്പോഴും ഒരു സങ്കടം പോലെ. ഞാൻ ശ്രദ്ധിച്ചോളാം. ആയിക്കോട്ടെ. ഓക്കെ. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. അല്ല, എന്താണ് പതിവില്ലാതെ രണ്ടാളും കൂടി? ഞങ്ങൾ അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ആ, അമ്മച്ചി പറഞ്ഞ് ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു. മോളിപ്പോ ഓക്കെ ആയോ? ഇല്ലച്ചോ, അത് തന്നെയാ ഞങ്ങളുടെ ടെൻഷൻ. അവളിപ്പോ ഒട്ടും ആക്റ്റീവ് അല്ല. അതിപ്പോ എങ്ങനെയാ? ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളല്ലേ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. സിയ, എല്ലാ തെറ്റുകളും തിരുത്താനുള്ള അവസരം നിങ്ങൾക്ക് ഇനിയുണ്ട്. നിങ്ങൾ തമ്പുരാനോട് ഏറ്റു പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക. ശരി അച്ഛോ. നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. കർത്താവിന്റെ നാമത്തിൽ മാത്യു, ഞാൻ ദൈവത്തോട് സമർപ്പിച്ച് എല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി എല്ലാ കാര്യങ്ങളും തമ്പുരാൻ നോക്കിക്കൊള്ളും. ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആ ഫാമിലിയെ കണ്ടോ? എത്ര നാളായി ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കണം. അവര് കയറി ഇറങ്ങാത്ത ആശുപത്രികളില്ല. എല്ലാം ദൈവം നോക്കിക്കോളും. ഇങ്ങനെ എത്ര പേര് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ടില്ലേ? തമ്പുരാൻ കൂടെ ഉണ്ടാവും. ശരി അച്ഛോ.